ഹലോ. അപ്പം നാട്ടിലെ വിശേഷങ്ങളൊക്കെയുള്ള മറ്റൊരു കുഞ്ഞു വ്ളോഗാട്ടോ ഇത്. മൺഡേ ഈവനിങ് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ട്യൂസ്ഡേയിലെ വിശേഷങ്ങളും കമ്പൈൻ ചെയ്ത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. കാരണം വെനസ്ഡേ ഞാനിങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ എത്തി. ഇവിടെ വന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തൊരു വീഡിയോ ആയിട്ട് എടുക്കുമ്പം അപ്ലോഡ് ആവുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ഞാൻ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാമെന്ന്. അപ്പോൾ മൺഡേ വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ, അമ്മ, ഡാഡി, സാത്തു 4 പേരാണുള്ളത്. എൻ്റെയും അമ്മയുടെയും ഉദ്ദേശ ലക്ഷ്യം ഷോപ്പിംഗ് ആണ്. ഡാഡിയുടെ ഉദ്ദേശ ലക്ഷ്യം അമ്പലത്തിൽ പോകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകൂ എന്നുള്ള ഉദ്ദേശവുമായിട്ട് എൻ്റെ മോനെ വണ്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂജയ്ക്കുള്ള സാധനമൊക്കെ മേടിച്ചു പോകാം കേട്ടോ. ഡാഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡാഡി അതിതീവ്രമായൊരു ഭക്തനാണ്. ഭയങ്കര ഭക്തിയുള്ള ഒരാളാണ്. അമ്പലത്തിൽ പോകുക, അതും തിരക്കുള്ള അമ്പലം നോക്കി പോവുക, ക്യൂ നിൽക്കുക, അമ്പലത്തിലെ പ്രസാദം നിർബന്ധമായിട്ടും കഴിക്കുക, അമ്പലത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, ഇതൊക്കെയെന്ന് പറയുന്നത് ഡാഡിയുടെ ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് മൂന്നൂർക്ക് ഇത്ര ഭക്തിയൊന്നുമില്ല. ഞങ്ങൾ വല്ലപ്പോഴും അമ്പലത്തിൽ പോയി തൊഴുന്ന്, അതും തിരക്കില്ലാത്ത അമ്പലം നോക്കി പോയി തൊഴുന്ന ആൾക്കാരാണ്. ഇതുപോലത്തെ അമ്പലം കണ്ടില്ലേ, നട പോലും തുറന്നില്ല. അതിനു മുമ്പേ ഞങ്ങളിവിടെ ആക്കിയിട്ട് ഇനിയും സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോയി. എന്താ പറയുക, ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓൺ ദ വേ മേടിച്ചു. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ, ഇതൊക്കെ ഡാഡിയുടെ സ്ഥിരം ഏർപ്പാടാണ്. ഈ അലമാര കണ്ടോ, പിന്നെ ഈ കുഞ്ഞലമാര, ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന കേട്ടോ. പിന്നെ അത് മാറ്റി മേടിച്ചപ്പം ഡാഡി അമ്പലത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തു. പിന്നെ എന്തൊക്കെയോ ഫർണിച്ചർ പീസസ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ്. അതപ്പം പൂജ ചെയ്യാൻ നേരത്ത് തിരുമേനിക്ക് എടുത്ത് ഒഴിക്കാൻ എളുപ്പത്തിനാട്ടോ. പാല്, തൈര്, ചന്ദനത്തിരി, കർപ്പൂരം, കരിക്ക്, പഴം, ഇതൊക്കെ വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇതൊന്നും ഡാഡിയുടെ ഇതിൽ നിന്ന് വളരെ ബെയർ മിനിമമാണ്. ഇനിയും കുറേ കാണുമെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളിതൊക്കെ സെറ്റാക്കി ഇവിടെ ഇരിക്കുമ്പോഴും നട തുറന്നിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു. തൈപ്പൂയ കാവടിയാട്ടോ ഇത്. തൈപ്പൂയ മഹോത്സവം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മഞ്ചാടിയൊക്കെ ഇവിടെ നിന്ന് പെറുക്കി മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനിത് റെഡ് എഗ്ഗാണോ ബോളാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡാഡി മാത്രമാണ് ഇങ്ങനെ. വേറെയും കുറച്ച് പേര് ഇതേപോലെ പൂജയ്ക്കുള്ള സാധനങ്ങളായിട്ട് നടയുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാഡി മാത്രമല്ല. അപ്പോൾ നട തുറന്നപ്പോൾ ഞങ്ങളിങ്ങനെ വേഗത്തിൽ പോവുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വേഗത്തിൽ പോയാലല്ലേ തിരിച്ച് വേഗത്തിൽ ഇറങ്ങി പുറത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നില്ല. ബിക്കോസ് പൂജയൊക്കെ കഴിയാൻ 1/4 മണിക്കൂർ എടുക്കും. അത്രയും നേരം നിൽക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പോയി അവിടെ നിന്ന് തൊഴുതു പേരിന്. അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഡാഡി സാധനങ്ങളായിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പൊക്കിയൊന്നത് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. ഡാഡി പ്രാർത്ഥിച്ചോളൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അല്ലാതെ. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് പോളയത്തോട് പോകാമെന്നാണ്. അപ്പം ഓട്ടോ അങ്കിൾ സജസ്റ്റ് ചെയ്തു, ആർക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ, അവിടെ പോയി നോക്കുമെന്ന്. ശരിക്കും കൊല്ലംകാർക്കും കൊല്ലത്തുള്ളവർക്കും ആർക്കെ ഒരു പുതിയ സ്ഥലമൊന്നുമല്ല. വർഷങ്ങളായിട്ട് ചിന്നക്കടയിലുണ്ട്. പക്ഷെ അവരെ പുതിയ ഔട്ട്ലെറ്റ് പോളയത്തോട് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് മുമ്പ് ഇവിടെ എന്ത് ബിൽഡിംഗ് ആയിരുന്നു എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും. നമുക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, പെട്ടെന്നൊരു കട വരുമ്പം അവിടെ മുമ്പ് എന്തായിരുന്നു ഒരു പിടിയും കിട്ടാത്തൊരു ഇതല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെയായിരുന്നു. എന്തായിരുന്നു ഇതിന് മുമ്പ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയില്ല. എന്തായാലും ഇപ്പോൾ ആർക്കേ വന്നു. അപ്പം ഞാൻ വരുന്നതിൻ്റെ പിറ്റേന്നായിരുന്നു തോന്നുന്നു ഇനോഗ്രേഷൻ. അതോ അന്നാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മൂവി ആക്ടർ വിക്രമാണ് വന്ന് ഇനോഗ്രേറ്റ് ചെയ്തത്. നല്ല റഷായിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾ ഈ വഴി പോകുമ്പം ഭയങ്കര തിരക്കാണ്. പാർക്കിംഗ് ഫുള്ളാണെന്ന് കേട്ടോ അവർ പറഞ്ഞത്. കടയുടെ അകത്തും പുറത്ത് തിരക്കാണേകത്തും തിരക്കായിരിക്കുമല്ലോ അല്ലേ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ചളുപ്പായിരുന്നു. ബിക്കോസ് എങ്ങനെയൊക്കെ നോക്കിയാലും എൻ്റെ ഫ്രെയിമിൽ കുറേ പേരെ കാണാൻ പറ്റും. അപ്പം തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് എനിക്കായിട്ടില്ല. കണ്ടോ, ഈ ചേച്ചി ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറയുകയാണ്, ഞാൻ വീഡിയോ എടുക്കുകയാണ്, ചേച്ചിയുടെ ഫേസ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമുണ്ടോ എന്ന്. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചിയുടെ ഫേസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അത് നന്നായി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിഡ് സെക്ഷനിൽ പോയി എന്തെങ്കിലും സാത്തുവിന് വേണ്ടി മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ചേച്ചിമാരൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ പിന്നെ ഒരുപാട് നേരം അവിടെ നിന്നില്ല. പിന്നെ എനിക്ക് വേണ്ട ഒരു സാധനം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അളവിന് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കൊക്കെ ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ താല്പര്യമില്ല. അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. കടയാണെങ്കിൽ ആളൊഴിഞ്ഞ കടയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, നമുക്ക് നോക്കിയെടുക്കാം. പ്ലസ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്, എനിക്ക് വ്ളോഗ് എടുക്കുമ്പോഴും അത്ര ചളുപ്പില്ല. നമുക്ക് ഒരുപാട് പേരില്ലല്ലോ.
അങ്ങനെ നമ്മൾ പോകുന്നത് ട്രെൻഡ്സ് ജൂനിയറിലാണ്. ഇതൊന്നും ബാംഗ്ലൂരിൽ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ എനിക്ക് നാട്ടിൽ വരുമ്പം അല്ലെങ്കിൽ ഇപ്പം അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നു എന്നാകുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഫിക്സ് ചെയ്യും. അവിടെ പോകുമ്പം ഇന്നത് മേടിക്കണം, ഇന്ന മേടിക്കണം എന്ന് എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഇവിടെ നോക്കാൻ വന്നത് പാൻറ് സെറ്റാണ്. ഇവിടെ 3 പാൻസുള്ള ഒരു സെറ്റ് അങ്ങനെ കിട്ടും. പക്ഷേ അത് ഞാൻ മേടിച്ചില്ല, ബിക്കോസ് എല്ലാം വളരെ ലൈറ്റ് കളേഴ്സ് ആയിരുന്നു. പിന്നെ ചിലതൊക്കെ അവൻ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻസും ഫുൾ സ്ലീവ് ഷർട്ടോ ടീഷർട്ടോ ഇടാൻ, കാരണം ഭയങ്കര തണുപ്പും മഴയുടേതും പിന്നെ കൊതുകിൻ്റെ ശല്യമൊക്കെ കാരണം. ട്രെൻഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിവിടുത്തെ തുണികളൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും വേർത്താട്ടോ, കുറേ കാലം നിൽക്കും. ഒരുപാട് കാലം അവൻ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും. അവനൊരു 8 മാസമൊക്കെ ഉള്ളപ്പോൾ ഞാൻ മേടിച്ച ഉടുപ്പൊക്കെ അവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ചെറുതായെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സുഡിയോനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ട്രെൻഡ്സും മാക്സിലെ ഡ്രസ്സുകളൊക്കെയാണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈലിലും നല്ലതാണ് വെസ്റ്റ് സൈഡിലെയും. പക്ഷേ വെസ്റ്റ് സൈഡിലൊക്കെ കളക്ഷൻ കുറവാണ്. ട്രെൻഡ്സിലും ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. സുഡിയോയിലൊക്കെ കളക്ഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പക്ഷേ എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്ത് പോവാണ്. ബൈ നൗ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം, എല്ലാം ഞാൻ ഷോപ്പ് ചെയ്യുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അതാണ് എനിക്ക് കൂടുതൽ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും തരുന്ന കാര്യം. എല്ലാ പേരൻസും സമ്മതിക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നത് ക്രോക്സ് മേടിക്കാനാണ്. കഴിഞ്ഞ 2 ക്രോക്സും ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഈ ഷോപ്പാണ്. ഇത് വെണ്ടർമുക്കിലുണ്ട്, പിന്നെ എനിക്കൊന്ന് RP മോളിലും ഉണ്ടെന്ന്. ഇവിടെ നിന്നാണ് മേടിച്ചത്. ആ 2 ക്രോക്സിനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒന്ന് ചെറുതായി പോയി, പിന്നെ അതിലൊരു സ്റ്റിക്കർ ഇളകിപ്പോയി, അത് അവന് ഭയങ്കര വിഷമമായി. പിന്നെ ഉള്ളത് അവൻ ഇട്ടിരിക്കുന്ന ഓറഞ്ച് ക്രോക്സ്. ഈ ഓറഞ്ച് ക്രോക്സ് എന്ന് പറയുന്നത് എവിടെ പോയാലും ഇതേ ഇടുള്ളൂ, മഴയായാലും വെയിലായാലും സ്കൂളായാലും കടയായാലും. അപ്പോൾ അവന് ക്രോക്സ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുപോലെ ഒരെണ്ണം കൂടി മേടിക്കാം. വേറെ ചെരുപ്പും ഷൂസും ഒന്നും ആൾ ഇടുന്നില്ല. അപ്പോൾ അവൻ ചോദിച്ച കളറൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ ഒരെണ്ണം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ സൺഗ്ലാസസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആളിങ്ങനെ നോക്കിക്ക്. അടുത്ത ചേട്ടൻ പറഞ്ഞു മിററുണ്ട്, വേണേൽ പോയി നോക്കിക്കുന്നു. അപ്പോഴേ പോയി ആളിരുന്ന് നോക്കി കൊള്ളാമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം അവൻ ഇട്ടിരിക്കുന്ന ക്രോക്സാണ് നമ്മൾ അവന് വേണ്ടി മേടിച്ചത്. അത് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് കാണിക്കാം കേട്ടോ ഏതാണ്. അപ്പം വെച്ചത് പോരാഞ്ഞിട്ട് വേറെ കളറൊക്കെ ചൂസ് ചെയ്യണം. ഇപ്പോൾ അവന് കളറൊക്കെ അറിയാം കേട്ടോ. ബേസിക്കലി എൻ്റെ മോന് 2.5 വയസ്സേ ആയിട്ടുള്ളൂ, ദാറ്റ്സ് എ പോയിൻറ്റ്. പക്ഷേ അവൻ്റെ ഒരു എന്താ പറയുക, സ്വന്തമായിട്ട് നോക്കി എടുക്കാനുള്ള കേപ്പബിലിറ്റി കാണുമ്പം ഞാനിങ്ങനെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. മേ ബി ഇന്നത്തെ എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കും അല്ലേ. അവർ വളരെ ചെറുപ്പം തൊട്ടേ അവർക്ക് എന്താ വേണമെന്നുള്ള ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു 20 വയസ്സായപ്പോഴും ഇത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന്. അവൻ ആ കളറുണ്ടോ ഈ ഷേപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വായും പൊളന്ന് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത്. അവസാനം കുറേ ഒന്നും ഞാൻ നോക്കാനായിട്ട് പിന്നെ നിർത്തിയില്ല, ബിക്കോസ് ശരിക്കും വന്നത് ഇവിടെ ചെരുപ്പ് എടുക്കാനാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. ഈ ഒരു ടാസ്ക് ആയിരുന്നു കുറേ സമയം എടുത്തത്. അവസാനം ഞാനും അവിടുത്തെ ചേട്ടനും കൂടി അവനെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു ആദ്യം വെച്ചത് തന്നെയായിരുന്നു നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞ കേട്ടൊന്നുമില്ല കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും കൂടി പോയി വെച്ച് നോക്കും മോൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആശാൻ ഒന്നും കൂടി പോയി വെക്കുവാണ്. കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിന്ന് നോക്കണം എന്നുള്ളതൊക്കെ ഐ ഡോണ്ട് നോ. എനിക്ക് ഇപ്പം ഈ കാണുമ്പം എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവനെ നൈസായിട്ട് ഒഴിവാക്കി ഗൈസ്. എന്നോട് കുറേ ഫ്രെയിമിൽ നിന്ന് മാറിപ്പോയി. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ എന്തായാലും മേടിച്ച സാധനം ഇതൊക്കെ കേട്ടോ. ഈ ക്രോക്സാണ് മേടിച്ചത്. ഇവിടുത്തെ ക്രോക്സിന് എനിക്കൊന്ന് 350-400 റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷേ ഒരുപാട് കാലം നിൽക്കും. അവർക്ക് ചെറുതാവുന്നവരെ ഉപയോഗിക്കാം. പിന്നെ ആ സൺഗ്ലാസസ് മേടിച്ചു. ട്രെൻഡ്സിൽ നിന്ന് ഞാൻ മേടിച്ച ഡ്രസ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഈ ഡെനിമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, അപ്പോൾ ഇത് മേടിച്ചു. പിന്നെ ഈ സാധനത്തിന് എന്താ പറയുക, ഡംഗ്രീസ് എന്ന് പറയും, ജംപ് സൂട്ട് എന്ന് പറയും, വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് മേടിച്ചു. അത് അവന് ഇട്ട് നോക്കി നല്ലതായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ്, ഇതിനൊരു ചെറിയ പ്രോബ്ലം, ചിലപ്പോൾ ഒരു ന്യൂ ബോണിനോ അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികൾക്ക് ഇത് ചിലപ്പം നന്നായിരിക്കും. പക്ഷേ ഇവൻ ആ ഡയപ്പർ ഏരിയയിൽ കുറച്ച് ഇട്ടപ്പം ഒരു സുഖമില്ല കാണാൻ. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് മേടിച്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ ക്ലിപ്പിംഗ് ആഡ് ചെയ്താണ്. വീട്ടിൽ വന്ന് ഞാൻ എന്തൊക്കെ മേടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി. നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. സമയം ഒരു 6:30 ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആനന്ദഭവനിലാണ് പോകുന്നത്, കടപ്പാക്കടയിലുള്ള. അപ്പോൾ എപ്പോഴും ഞാനിവിടെ വരുമ്പോൾ സദ്യ കഴിക്കാറുണ്ടായിരുന്നു മുമ്പൊക്കെ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച സദ്യ ഫ്ലോപ്പായിരുന്നു വിഷുവിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം സദ്യ കഴിക്കാൻ ഇവിടെ വരാൻ തോന്നിയില്ല. നമ്മുടെ മദേഴ്സ് വെജ് പ്ലാസ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള പോലെ ഇവിടെ സദ്യ കിട്ടും എപ്പോഴും. ചിലപ്പം അന്നത്തെ പ്രശ്നമായിരിക്കും, അതിന് നന്നായിരിക്കും. എന്തായാലും നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ വരുമോ. ഇവിടെ വന്നിരുന്നപ്പം എൻ്റെ കാലക്കേടാണോ അതോ അവൻ്റെ നല്ല സമയമാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന ടേബിളിൽ നേരെ ഓപ്പോസിറ്റ് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിലൊരു മിൽക്ക് ഷേക്ക് അവനെ നോക്കി ചിരിക്കുവാണ്. അവനതെടുത്ത് കുടിച്ചു. ഇതാണ് ഇവിടുത്തെ വലിയൊരു കുഴപ്പം. എനിക്ക് നാട്ടിൽ ഇവനെ കൊണ്ടുവരുമ്പോൾ ഇവൻ ഫുഡ് കഴിക്കത്തില്ല. ഇത് കേട്ടതൊന്നും ഇവിടെ അങ്ങ് വാരി കെട്ടി കഴിക്കുമെന്ന് അല്ല, പക്ഷേ ഇവിടുത്തേലും വളരെ ദയനീയമാണ് അവിടെ പോയുള്ള അവസ്ഥ. അവനൊന്നും കഴിക്കത്തില്ല. ലൈക്ക് വെള്ളം, ജ്യൂസ്, ഇച്ചിരി എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ജീവിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ വരുവാണെങ്കിലും ഇപ്പം ഞാൻ യൂസ്ഡായി. ഇതേ ആ ചപ്പാത്തി ഉണ്ടോ, അത്രയാണ് അവൻ കഴിച്ചത്. ഐ ഡോണ്ട് നോ.
വിഷമം ഇപ്പോഴും ഉണ്ടെങ്കിലും പിന്നെ ഞാനങ്ങ് യൂസ്ഡ് ആയെന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞ് എന്നങ്ങ് വിചാരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മൺഡേ. മിക്കവാറും ഞാൻ നാട്ടിൽ വരുമ്പോൾ എല്ലാ ദിവസവും പുറത്തൊക്കെ പോകൽ സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.